നാച്ചുറൽ വിഷനിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് ഒരു മീൻകറി എങ്ങനെ വെക്കാം എന്നതിനെ പറ്റിയാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ മീൻകറി വ്യത്യസ്തമായൊരു മീൻകറിയാണ്. ഇത് വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിലുള്ള ഒരു മീൻകറിയാണ്. കാരണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും മറക്കാതെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും തത്സമയം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാനൊരു സാധനം നമ്മൾ വിട്ടുപോയി. വെളുത്തുള്ളി നമ്മൾ ചേർത്തില്ല.
അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കാൻ വേണ്ടി നമ്മൾ ഇറക്കി വെക്കാം. നമുക്ക് ഉപ്പ് ചേർത്തായിരുന്നു. നമുക്കൊരു കുറച്ച് ഉപ്പ് പൊടിക്ക് ഇതിൻ്റെ അകത്തും കൂടെ ഇച്ചിരി ഉപ്പ് ലേശം കൊടുക്കാം. കാരണം ഇതെല്ലാം കൂടെ മിക്സായി വരുമ്പോഴത്തേന് ഉപ്പ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറവുകൾ തെറ്റുകളൊക്കെ ഉണ്ടാകാൻ കാരണം ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന എൻ്റെ ഐഡിയാപരമായ രീതിക്ക് വെക്കുന്ന ഒരു കൊഴുവ ചാറാണ്. കാരണം കൊഴുവ ഇതുവരെ എല്ലാവരും ഫ്രൈയും പീരയൊക്കെയാണ് വെക്കുന്നത് കാണേണ്ടത്. അപ്പം എൻ്റെ ഐഡിയാപരമായിട്ടൊന്ന് ചാറ് വെക്കാനുള്ളൊരു പരിശ്രമമാണ്. ഇത് ഏകദേശം ഒന്ന് വെന്ത പരിവായി. നമ്മൾ അകത്തിലോട്ട് നമ്മുടെ വെന്തിരിക്കുന്ന കൊഴുവയും എല്ലാം കൂടെ നമുക്ക് അകത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കൊഴുവ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് കുഴഞ്ഞിട്ടുണ്ട്. കൊഴുവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കാം. ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ചാറിൻ്റെ ആവശ്യമില്ല. നമുക്കൊന്നൊരു ഇച്ചിരി പറ്റിച്ച് സെറ്റാക്കി എടുക്കാം. ഇത് കൊഴുവ കറി റെഡിയായി. കൊഴുവ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാട്ടോ. കൊഴുവ ചാറ് കറി എങ്ങനെ വെക്കാമെന്നുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ഞാൻ ഈപ്പച്ചൻ മത്തായി സൈനിങ് ഓഫ്.